ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ ആചാര സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. 2025 വർഷത്തിലെ ഓരോ നാളുകാരുടെയും ഗുണദോഷ ഫലനിരൂപണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മകം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് 2025 ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള 12 മാസ കാലയളവിൽ വന്നുകൂടാൻ സാധ്യതയുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഏകദേശ ഫല നിരൂപണം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ചെയ്യാം. മകം നക്ഷത്രം ഒരു ഗണ്ഡാന്ത നക്ഷത്രമാണ്. ആദ്യത്തെ 15 നാഴികയാണ് ഗണ്ഡാന്ത സന്ധിയുള്ളത്. ഈ സമയം ജനിക്കുന്നവർ വളരെ ത്യാഗികളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. മകം നാളുകാർ വിദ്വാൻമാരും ഈശ്വരഭക്തി ഉള്ളവരും ഗുരുത്വമുള്ളവരുമായിരിക്കും. ഇവർ മിക്കവാറും മിതഭാഷികളും ആയിരിക്കും. പൊതുകാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള വ്യക്തികളാണ് ഇവർ. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ അസാമാന്യമായ വ്യക്തിത്വമുള്ളവരായിരിക്കും. സൗന്ദര്യത്തിലും കലാബോധത്തിലും ഇവർ ശോഭിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഇവർ വിജയം കണ്ടെത്തുകയും ചെയ്യും. സന്താനഭാഗ്യം ഉള്ള ഇവർ ഭർത്തൃപരിചരണത്തിലും സമർത്ഥകളാണ്. കേതുർദശയിലാണ് ഇവരുടെ ജനനം. കേതുർദശയ്ക്ക് ശേഷം ശുക്രദശ, സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വാദശ, രാഹുർദശ, ഗുരുദശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത്. മകനക്ഷത്രത്തിന്റെ പ്രതികൂലമായ നക്ഷത്രങ്ങൾ ഉത്രം, ചിത്തിര, വിശാഖം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവയാണ്. സൂര്യദശ, ചൊവ്വാദശ, വ്യാഴദശ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഗണപതി യന്ത്രം ധരിക്കുന്നതും പിറന്നാൾ തോറും ഗണപതി ഹോമം നടത്തുന്നതും ഉത്തമമാണ്. അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് മകനക്ഷത്രം. നക്ഷത്രത്തിലെ ദേവത പിതൃക്കളാണ്. യോനി പുരുഷ യോനിയും മൃഗം എലിയുമാണ്. ഭൂതം ജലവും, പക്ഷി ഉപ്പനും, വൃക്ഷം പേരാലും, അക്ഷരം ഈയും ആണ്. മകം നക്ഷത്ര ജാതക്കാർക്ക് 2025 സമ്മിശ്ര അനുഭവങ്ങളുടെ കാലഘട്ടമായിരിക്കും. ദശാകാല ഗുണങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഗുണാധിക്യവും, എന്നാൽ ഗ്രഹദോഷങ്ങളാൽ അനുഭവിക്കുന്നവർക്ക് വളരെ കഠിനാനുഭവങ്ങളും വരുന്ന കാലഘട്ടമാണ് ഈ 2025 വർഷം. ജനുവരി മാസം ഊർജ്ജസ്വലതയ്ക്ക് അല്പം മങ്ങലേൽക്കാം. കുടുംബത്തിൽ അല്പം അസ്വസ്ഥതകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ബന്ധുക്കൾ വഴിയോ മറ്റു സ്നേഹിതന്മാർ വഴിയോ ക്ലേശത്തിന് കാരണമായ അനുഭവങ്ങൾ സൃഷ്ടിക്കപ്പെടാം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഭക്ഷണത്തിൽ നിന്നും രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആരുമായും കഴിവതും തർക്കത്തിനും വാഗ്വാദത്തിനും പോകാതിരിക്കുന്നതാണ് നല്ലത്. ഫെബ്രുവരി മാസത്തിൽ അനുഭവങ്ങൾ അല്പം മയപ്പെടുന്നതും തനിക്ക് അനുകൂലവും അഭിവൃദ്ധിപരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാം. ഒരു ഉണർവ് എല്ലാ തലത്തിലും അനുഭവപ്പെടും. ജോലിയിൽ ശോഭിക്കുക, കുടുംബ ഭദ്രത, അവസരങ്ങൾ വന്നു ചേരുക എന്നീ ഗുണങ്ങളും കാണുന്നുണ്ട്. പുതിയ ചുവടുവെപ്പുകൾ നടത്തുകയും വിവാഹലബ്ധി, ഐശ്വര്യവർദ്ധനവ് എന്നിവയും ഫെബ്രുവരി മാസത്തിൽ പ്രതീക്ഷിക്കാം. മാർച്ച് മാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ ക്ലേശാനുഭവങ്ങളോ ഉണ്ടാകാം. അലച്ചിലുകൾ വർദ്ധിക്കുവാനുള്ള സാഹചര്യവും ഉണ്ടാകും. കർത്തവ്യ നിർവഹണത്തിന് തടസ്സങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ജോലിയിൽ മന്ദതയുണ്ടാവുകയും എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ അലട്ടുകയും ചെയ്യും. പ്രതിയോഗികളിൽ നിന്നും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാൻ സാധ്യതയും കാണുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഏകദേശ സമയവും അനുകൂലമായി വരുന്ന കാലഘട്ടമായിരിക്കും. ആരോഗ്യപരമായി മെച്ചപ്പെടുന്നതും കർമ്മപുഷ്ടി ഉണ്ടാവുകയും സാമ്പത്തിക ഉണർവ്, ആശയസമ്പന്നത എന്നിവ കൊണ്ട് പല കാര്യങ്ങൾ നേടുവാനും സാധിക്കുന്നതായിരിക്കും. ഈശ്വരഭക്തിയുടെ പിൻബലങ്ങൾ ഉള്ളതുകൊണ്ട് അനുഭവങ്ങൾ ഗുണകരമായി മാറും. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ നടക്കുവാനും സാധ്യതയുള്ള കാലഘട്ടമാണ് ഏപ്രിൽ മാസം. എന്നാൽ ആദ്യ ഭാഗത്ത് പലവിധത്തിലും അലയാവുന്നതായും കാണപ്പെടുന്നുണ്ട്. മെയ് മാസത്തിൽ കർമ്മരംഗത്ത് വളരെ അഭിവൃദ്ധികൾ അനുഭവപ്പെടാം. വളരെയധികം കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരികയും ചെയ്യും. മത്സരങ്ങളിൽ വിജയം കരസ്ഥമാക്കും. വിദ്യാർത്ഥികൾക്കും ടെസ്റ്റുകൾ അഭിമുഖീകരിക്കുന്നവർക്കും കാലം വളരെ ശോഭനമാണ്. പ്രണയസാഫല്യം, സ്വന്തം പങ്കാളിയെ കണ്ടെത്തുവാനുള്ള സാധ്യത ഇവയും ഉണ്ടാകും. സമ്പത്തുകൾ വേണ്ട വിധം വർദ്ധിക്കുന്ന കാലഘട്ടം കൂടിയാണ് മെയ് മാസം. ജൂൺ മാസത്തിൽ ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനങ്ങൾ നേടാം. പുതുതായി വിലപ്പെട്ട വസ്തുക്കൾ വന്നു ചേരുവാനും സാധ്യത കാണുന്നു. ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കുവാനും പഴയ വാഹനങ്ങൾ മാറുകയോ അല്ലെങ്കിൽ പുതിയത് സ്വന്തമാക്കുകയോ ചെയ്യും. കച്ചവടം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും തുടങ്ങുവാൻ സാധിക്കുന്ന കാലഘട്ടമാണ് ജൂൺ മാസം. കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും വളരെ ഗുണപ്രദമായ കാലഘട്ടമായിരിക്കും. ജോലിക്കുള്ള ലഭ്യതയും കാണുന്നുണ്ട്. ജൂലൈ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹാനുസരണമുള്ള വിജയം കൈവരിക്കുവാനും പുതിയ ഉപരിപഠനങ്ങൾക്കുള്ള വഴികൾ സുഖകരമാവുകയും ചെയ്യും. പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനത്തിനുള്ള പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ കൂടുതൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കും.
തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി, സാമ്പത്തിക നേട്ടം, PSC നിയമനങ്ങൾ എന്നിവ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. തൻ്റെ ആശയങ്ങൾ കൊണ്ട് അഭിവൃദ്ധി പ്രവർത്തനങ്ങൾ നടത്താം. കർഷകർക്കും വളരെ മെച്ചപ്പെട്ട സമയമാണ് ജൂലൈ മാസം. ഓഗസ്റ്റ് മാസം വളരെ നല്ല ഗുണാനുഭവങ്ങളുടെ കാലമായിരിക്കും. തൊഴിൽ രംഗം വളരെ അഭിവൃദ്ധിയോടുകൂടി പ്രവർത്തിക്കും. സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. പുതുതായി പല കാര്യങ്ങളും തുടക്കം കുറിക്കുവാൻ സാധിക്കും. താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു. ഉദ്യോഗസ്ഥർക്ക് മികവ് പുലർത്തുവാനും അതുവഴി പ്രശംസകൾ ലഭിക്കുവാനും കാലഘട്ടം ആണ് ഈ ഓഗസ്റ്റ് മാസം. സെപ്റ്റംബർ മാസത്തിൽ മകനക്ഷത്ര ജാതക്കാർക്ക് വളരെ ഭേദപ്പെട്ട അവസ്ഥകൾ വരുന്നതായിരിക്കും. തൊഴിൽ അഭിവൃദ്ധി, സാമ്പത്തിക അഭിവൃദ്ധി, മറ്റു ഭൗതിക നേട്ടങ്ങൾ, സ്ഥിര ജോലി ലഭ്യത എന്നിവയുള്ള ഗുണപ്രദമായ അനുഭവങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടാകും. എങ്കിലും വളരെ അരച്ചിലുണ്ടാകുക, മറ്റ് ജോലിഭാരങ്ങൾ കൂടുക, യാത്രാ ദുരിതങ്ങൾ ഇവയൊക്കെ അല്പം വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ഒക്ടോബർ മാസത്തിൽ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വിദേശ അവസരങ്ങൾ തെളിഞ്ഞു വരാവുന്നതും വിദൂര സ്ഥലത്ത് ഈ ആവശ്യത്തെ മുൻനിർത്തി യാത്രകൾ ചെയ്യേണ്ടി വരുന്നതും ആകും. ഗവൺമെന്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുകയോ ഗ്രാന്റുകൾ ലഭിക്കുകയോ ചെയ്യും. വൈദ്യശാസ്ത്ര പഠനത്തിന് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. നവംബർ മാസത്തിൽ വിവിധ മാർഗങ്ങളിലൂടെ ശാരീരിക അസ്വസ്ഥതകൾ അലട്ടുകയോ ഒരു ബലക്ഷയം അനുഭവിക്കേണ്ടതായി വരികയോ ചെയ്യാം. ഏതെങ്കിലും രോഗാവസ്ഥ അനുഭവിക്കുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് അല്പം മനസ്സമാധാനത്തിന് ഭംഗം വരികയോ ചെയ്യാം. എന്നാൽ തളരാതെ മുന്നോട്ട് പോകുവാനുള്ള ആർജവം നമുക്ക് ലഭിക്കുന്ന കാലഘട്ടമായിരിക്കും നവംബർ മാസം. ജോലി രംഗത്ത് കുഴപ്പമില്ലാതെ നീങ്ങുവാൻ സാധിക്കും. സാമ്പത്തികവും മോശമല്ലാതിരിക്കും. ഡിസംബർ മാസം കച്ചവടക്കാർക്ക് ചില നിയമക്കുരുക്കുകളിൽ ബന്ധപ്പെട്ട ക്ലേശങ്ങൾ നേരിടേണ്ടതായി വരും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനചലനം സൃഷ്ടിക്കപ്പെടാം. കർഷകർക്ക് ചില ഗുണാനുഭവങ്ങളുടെ ലബ്ധി കാണുന്നുണ്ട്. കിട്ടാനുള്ള ആ സാമ്പത്തികത്തിന്റെ ലഭ്യതയുണ്ടാകാം. അഭിവൃദ്ധിക്ക് ഉതകുന്ന ചില പ്രവർത്തനങ്ങൾ നടത്തുകയും അവ ഗുണാനുഭവങ്ങൾ ആയി തീരുകയും ചെയ്യും. സ്ഥലം വാങ്ങുവാനുള്ള ആഗ്രഹങ്ങൾ നിറവേറും. വിവാഹാന്വേഷകർക്ക് ഫലം കാണുകയും ചെയ്യും. സ്ഥിര ജോലി ലഭ്യതയും കാണുന്നുണ്ട്. ഇങ്ങനെ 2025 വർഷം ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള 12 മാസ കാലയളവിൽ മകനക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലനിരൂപണമാണ് ഈ വീഡിയോയിലൂടെ നടത്തിയത്. ദോഷാനുഭവങ്ങൾക്ക് പരിഹാരാർത്ഥമായിട്ടുള്ള ക്ഷേത്ര ദർശനമോ വഴിപാടുകളോ ഒക്കെ നടത്തിയിട്ട് വേണ്ട പരിഹാരങ്ങൾ തേടേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മകനക്ഷത്രത്തിന്റെ വർഷഫലം തൽക്കാലം ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.